Good morning, all. Good morning, ma'am. Good morning. നമ്മൾ ഇന്ന് പറഞ്ഞത് രജിസ്റ്റർ ആയിരുന്നു അല്ലേ? എല്ലാവരും നോക്കിയോ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് നോക്കിയിട്ടാണോ വന്നിരിക്കുന്നത്? അത്യാവശ്യം ഇമ്പോർട്ടന്റും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈസി ആണ് അല്ലെ? ബാക്കി ചാപ്റ്ററിനെ വൈസ് നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലേ ടോപ്പിക്കുകൾ? ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു HR-ന്റെ ക്ലാസ്സുകള്? പ്രത്യേകിച്ച് എന്റെ ക്ലാസ് ക്ലിയർ ആയിരുന്നോ? ക്ലിയർ ആയിരുന്നു. ഓക്കെ. ഇനി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? HR-ന്റെ ഞാൻ എടുത്തതില് ഇങ്ങനെ എല്ലായിരുന്നു എടുത്തിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ലാസ്റ്റ് ഡേ ആണല്ലോ, അതുകൊണ്ട് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ സജഷൻസ്? ഇല്ല, സജഷൻസ് ഒന്നുമില്ല. HR-M സബ്ജക്റ്റിന്റെ രീതിയിലാണ് നമ്മൾ ക്ലാസ് പോയത്. കുറച്ച് എന്താ പറയാ ഇന്ററാക്ഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ക്ലാസ്സും കാര്യങ്ങളും ടോപ്പിക്കുകളും കവർ ചെയ്തു. നമ്മൾ ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ HR-M എന്താണ്, പിന്നെ റിക്രൂട്ട്മെന്റ് സെലക്ഷനിലേക്ക് വന്നു. ബാക്കിയുള്ളത് ഓരോ ടീച്ചേഴ്സ് ആയിട്ട് എടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആയാലും ടാലന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, എംപ്ലോയി ബെനിഫിറ്റ്സ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ ഡൗട്ട്സ് ഉള്ള സെഷൻസ് ഉണ്ടോ നോക്കിയിട്ട് വല്ലത് പറഞ്ഞില്ലേ? ലാസ്റ്റ് ഡേ ഉണ്ടോ ഡൗട്ട്സ്? ഡൗട്ട്സ് ആർക്കും ഇല്ല? ശിവൻകുട്ടൻ ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ പോർഷനിൽ, നമ്മൾ എടുത്ത പോർഷൻസിൽ എന്തെങ്കിലും? ഓക്കെ. ഇന്നലെ ടെസ്റ്റോ അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ? ഇല്ലേ? പോർഷൻ പറഞ്ഞു തരാമോ? ഓനായിരുന്നില്ല അത് പറഞ്ഞത്. ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞല്ലോ. അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണോ? ഓക്കെ. അഡ്വാൻറ്റേജ് ഓഫ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞത്. നമ്മള് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ റിയലബിൾ ആയിരിക്കണം. റിയലബിൾ എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോ PSC എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു വിശ്വാസം ഉണ്ടല്ലേ? തെറ്റൊന്നും വരാത്ത രീതിയിൽ ആണ് ടെസ്റ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിലായാലും അൺബയാസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് വാലിഡേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ഉറപ്പുണ്ട് ഇല്ലേ? ആരുടെ PSC എക്സാം എഴുതാറുണ്ട്? ആരും എഴുതാറില്ല അല്ലെ? ഇല്ല, എഴുതാറുണ്ട്. അപ്പോ നമ്മൾ PSC എക്സാമിന് പോകുമ്പോൾ കുറച്ച് പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ എന്താണ് ഫോണോ അതേപോലെ തന്നെ വാച്ച്, സ്മാർട്ട് വാച്ച്, ഇൻക്ലൂഡിങ് സാധാരണ വാച്ച് പോലും ആ എക്സാം ഹോളിലേക്ക് കയറ്റുന്നില്ല അല്ലെ? പണ്ട് വാച്ചൊക്കെ കയറ്റായിരുന്നു. ആ സമയത്ത് എക്സാം എഴുതിയിട്ടുണ്ടോ? കുറെ ഒരു 2-3-4 വർഷം മുമ്പ് കൊറോണയ്ക്കിടെ ഒക്കെ ടൈമില് ആഴ്ചക്ക് മുമ്പൊക്കെ ആയിട്ട് വാച്ചൊക്കെ നമുക്ക് കേട്ടായിരുന്നു. അതില് ഒരാള് ഒരു കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തു? കറപ്ഷൻ ചെയ്തു. എന്നുവെച്ചാല് അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്തിട്ട് എന്ത് ചെയ്തു? PSC എക്സാമില് കറപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അത് പത്രത്തിലൊക്കെ ഭയങ്കര ന്യൂസ് ആയിരുന്നു. അപ്പോ അത് അന്വേഷിച്ചപ്പോ മനസ്സിലായി ആ രീതിയിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൻഡിഡേറ്റ്സിന് കോപ്പി ചെയ്യാനായിട്ട് പറ്റും എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ വാച്ചും കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ഹാൾ എക്സാം ഹാളിന്റെ അകത്തേക്ക് കണക്ട് ചെയ്യാത്തത്. സോ നമ്മൾ എപ്പോഴും റിയലബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം ഇന്റർവ്യൂവിന്റെ ടെസ്റ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാനായിട്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. ഇന്ന് നമുക്ക് വിശ്വാസമുണ്ട് PSC എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാർക്ക് നോക്കി തന്നെയാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റും. വിശ്വാസം നമുക്കുണ്ട്.
പിന്നെ ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്. ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് വളരെ ഐഡിയൽ ആണ്, നമുക്ക് പോസിബിൾ ആണ്. ഒരു എക്സാം വരാണ്, സെക്രട്ടറി അസിസ്റ്റന്റിന്റെ എക്സാം വരുന്നുണ്ട്, അതിൽ ആപ്ലിക്കേഷൻസിന്റെ നമ്പേഴ്സ് ഇത്രയും ആണ് എന്ന് പത്രത്തിൽ വരുമ്പോ എന്തുകൊണ്ടാണ് അത്രയും കാൻഡിഡേറ്റ്സ് നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടിയത്? അവർക്കൊക്കെ നമുക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും അല്ലെ? വേണ്ട, LD ക്ലാർക്കിന്റെ എന്ന് വിചാരിക്കും, LDയുടെ ഒക്കെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഒരുപാട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യും അല്ലെ? ഒരുപാട് പേര് അപ്ലൈ ചെയ്യൂലേ. അവർക്ക് എല്ലാവർക്കും എന്താ എക്സാം കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ് ഏറ്റവും നല്ലൊരു രീതി, റിക്രൂട്ട്മെന്റ് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് മാർക്ക് എന്താ പറയാ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നവരെ സെലക്ട് ചെയ്യാന്നുള്ള, അല്ലാതെ ഓരോ എംപ്ലോയീസിനെയും നമുക്ക് ഇൻഡിവിജ്വലി ഇന്റർവ്യൂ ചെയ്തൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ലാർജ് നമ്പർ ഓഫ് ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ എന്താണ്? സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഒരു പരിധി വരെ ടൈമും മണിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ PSC എക്സാമിനാണ് നമ്മള് എക്സാം ഫീ ഇല്ല അല്ലെ? നമ്മൾ PSC എക്സാമിന് എക്സാം ഫീ ഇല്ലല്ലോ. വേറെ എക്സാമുകൾ വരാറുണ്ട്, റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ട് വേറെ എക്സാമുകൾ വരാറില്ലേ? ഏതൊക്കെയാണ്? റെയിൽവേയുടെ എക്സാം വരാറുണ്ട്, അതേപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, അങ്ങനെയുള്ള എക്സാമുകൾ എഴുതിയിട്ടുണ്ടോ? ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, റെയിൽവേ, SSC ഇല്ല. അങ്ങനെയുള്ള എക്സാമുകൾക്ക് നമ്മൾ എക്സാം ഫീ കളക്ട് ചെയ്യും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ട്, എക്സാം ഫീ കളക്ട് ചെയ്യും. റെയിൽവേയുടെ എക്സാമിന്, അതേപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്. PSC എക്സാമിന് എക്സാം ഫീ ഒന്നും ഇല്ല, പക്ഷെ ചില എക്സാമുകൾക്ക് നമ്മൾ എക്സാം ഫീ കൂടി കളക്ട്, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് എക്സാം ഫീ കളക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് എക്സ്പെൻസ് വഹിക്കേണ്ടതായിട്ട് വരുന്നില്ല. സോ എന്താണ്, അവർക്കൊരു നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ടൈം മണി അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത കുറച്ച് കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്രൂട്ട്മെന്റും ബാക്കിയുള്ള സെലക്ഷനും ബാക്കിയുള്ള പ്രോഗ്രാം ബാക്കിയുള്ള സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈ സെലക്ഷൻ ടെസ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. നമ്മുടെ ഹിഡൻ ടാലൻസും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഇത് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് എംപ്ലോയി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ ടാലൻസും കാര്യങ്ങളും ഒന്നും അറിയില്ല, ആ വ്യക്തിനെ കുറിച്ചേ അറിയില്ല. അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമാറ്റാണ്. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനെ ആൻസർ ചെയ്തിരിക്കുന്ന രീതി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി അദ്ദേഹം ഏത് ഫീൽഡിലായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഫീൽഡും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് പറ്റും. ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്. ഓരോ സെലക്ഷൻ ടെസ്റ്റിനും അതിൻ്റെതായ ഗോളും ടാർഗറ്റും ഉണ്ടാവും. അപ്പോൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സിസ്റ്റിംഗ് ആപ്ലിക്കന്റിന്റെ പെർഫോമൻസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ത് ചെയ്യുക? ഡിസ്കവർ ചെയ്യാനാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രോസ്പെക്റ്റീവ് പെർഫോമൻസ്, ഭാവിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിഡൻ ആയിട്ടുള്ള എബിലിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. ഓരോ സെലക്ഷൻ ടെസ്റ്റിനും അതിൻ്റെതായ ഗോൾസും ടാർഗറ്റും. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ. നമ്മളിപ്പോ ഒരു എക്സാം നമ്മളൊരാളെ എന്ത് ചെയ്തു? റിക്രൂട്ട് ചെയ്തു എന്ന് വിചാരിക്കും. റിക്രൂട്ട് ചെയ്തു, അപ്പൊ നമുക്ക് ഒരു എന്തെങ്കിലും പ്രശ്നം കമ്പനിയിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എംപ്ലോയിനെ ആരാണ് റിക്രൂട്ട് ചെയ്ത്, ആരാണ് ഇന്റർവ്യൂ ചെയ്തത് എന്ന് നമ്മളോട് ചോദ്യം വരും. നമ്മൾ എക്സാം മാനേജർ ആണെങ്കിൽ നമ്മളോട് അങ്ങനെ ചോദ്യം വരും. നമുക്കൊരു തെളിവാണ്, ഞങ്ങൾ സെലക്ഷൻ ടെസ്റ്റ് നടത്തിയിട്ട് ഇത്രയും മാർക്ക് സ്കോർ ചെയ്ത ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്ത് നമുക്ക് ഫോർ എവിഡൻസ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ഈ ഒരു കമ്പനിയിൽ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അവരെ നമ്മൾ സെലക്ട് ചെയ്തതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് നമുക്ക് ഒരു റെക്കോർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ ആണോ? സാറാ സാറല്ലേ ചോദിച്ചേ? സാറന്നല്ലേ പേര്?
അതെ. ഓക്കെ, ഞാൻ ആരെയും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് എന്റെ പേര് അറിയാൻ പറ്റുമല്ലോ എല്ലാവർക്കും. സാറ, ചിക്കു എനിക്കറിയാം, നന്ദന, മേഘ, ശിവൻകുട്ടൻ. അത് ഇടയ്ക്ക് സംസാരിക്കുന്നതുകൊണ്ടും എന്തെങ്കിലും ഡൗട്ട്സ് ആരുമില്ലെന്ന് അല്ലെ? ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആദ്യമായിട്ട് ഇനി നിങ്ങളെ കാണാൻ പറ്റുന്ന കോൺവെക്കേഷൻ ആയിരിക്കും അല്ലെ? വരും ആരെങ്കിലും ഒക്കെ വരും. ശരിക്കും എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. കോൺവെക്കേഷന്റെ സമയത്ത് നമ്മളോട് വന്ന് സംസാരിച്ചാൽ മാത്രമേ നിങ്ങളെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ശിവൻകുട്ടിനെ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മളോട് വന്ന് സംസാരിക്കുക വേണം കേട്ടോ. ഓക്കെ, ഓക്കെ. പോർഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ചിലപ്പോൾ സ്പീഡൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് നമ്മൾക്ക് വരുന്ന ഒരു പ്രഷർ പോർഷൻ തീർക്കണം എന്നുള്ള ഒരു പ്രഷറും കാര്യങ്ങളും വരുമ്പോഴാണ് കൂടുതലായിട്ട് സ്പീഡിലേക്കൊക്കെ പോകുന്നത്. അല്ലാതെ എന്താ പറയാ മനസ്സിലാവരുത് അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. പിന്നെ എന്താ പറയാ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ലാസ്റ്റ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കുക. ഗൈഡ് വായിച്ചിട്ടുണ്ടോ നിങ്ങള്? വായിച്ചിട്ടുണ്ട്. ഒരാൾ വായിച്ചിട്ടുള്ളൂ? ഇല്ല. ഓക്കെ, ഗൈഡ് നിർബന്ധമൊന്നും ഇല്ലാതെ വാങ്ങിക്കണമെന്ന് ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. മോക്ക് ടെസ്റ്റും നന്നായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വരുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം നല്ല ധാരണ ഉണ്ടാവും കേട്ടോ. മോക്ക് ടെസ്റ്റ് തന്നെ നോക്കിയാലും മതിയാവും. ഇനി നമ്മള് ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. Recruitment is considered a positive function because of it. Recruitment is considered a positive function because of it. First one is reject large number of applicants, aims to build a group of qualified candidates, aims to build a group of qualified candidates, is a simple and inexpensive process. It on option D ആണ് it only performed by senior management. D. Okay. Aims to build group of qualified candidates. Okay. Factors affecting recruitment are divided into which two main categories? Question ആണ്. ഏതൊക്കെയാണ് two main categories of recruitment? ഓപ്ഷൻസ് വേണോ? ഞാൻ ജസ്റ്റ് വേഗം പറയുന്നു. ഓക്കെ, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, പ്രൈമറി ആൻഡ് സെക്കൻഡറി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അല്ല കേട്ടോ. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്നാണ് നമ്മുടെ വരുന്നത്. A company recruitment policy and human resource planning are considered dash factors. കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് പോളിസി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും അതിൽ ഏത് ഫാക്ടറിലാണ് വരുന്നത്? നമ്മൾ ഇന്റേണൽ എക്സ്റ്റേണൽ ഒക്കെ പറഞ്ഞില്ല, അതേപോലെ ഏത് ഫാക്ടറിലാണ് കമ്പനി റിക്രൂട്ട്മെന്റ് പോളിസി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വരുന്നത്? ഓപ്ഷൻ എ എക്സ്റ്റേണൽ ഫാക്ടർ, ഓപ്ഷൻ ബി അൺകൺട്രോളബിൾ ഫാക്ടർ, ഓപ്ഷൻ സി ഇന്റേണൽ ഫാക്ടർ, ഓപ്ഷൻ ഡി മാർക്കറ്റ് ഫാക്ടർ. Option C, internal factor. Okay. What is the first steps in formal process of recruitment? What is the first steps in formal process of recruitment?
Formal process of recruitment ആദ്യത്തെ സ്റ്റെപ്പ്. ഓപ്ഷൻസ് പറയാം. Identifying recruitment source, contracting the source, recruitment planning, creating an application pool. Okay, recruitment planning. Okay. What is the final step of the recruitment process that ensure its efficiency for the future? നമ്മളെ ഈ HR ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ റിക്രൂട്ട്മെന്റിന്റെ സെലക്ഷനിലേക്ക് സ്റ്റെപ്സ് പഠിച്ചിട്ടില്ലേ? പ്രോസസ് സ്റ്റെപ്സ് പഠിച്ചിട്ടില്ലേ? നിങ്ങൾ സ്റ്റെപ്സ് ഒക്കെ പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ സ്റ്റെപ്സും കാണാപ്പാഠം പഠിക്കുമെന്നല്ലേ? ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ സ്റ്റെപ്സും കാണാപ്പാഠം പഠിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ നമ്മള് എന്താ പറയാ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് എപ്പോഴും ചോദിക്കാറ് ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും എക്സാമിന് ചോദിക്കാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും എല്ലാവരും. ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും മനസ്സിലായില്ലേ? റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് സ്റ്റെപ്പ്, റിക്രൂട്ട്മെന്റ് ലാസ്റ്റ് സ്റ്റെപ്പ്, സെലക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, പ്ലേസ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, പ്ലേസ്മെന്റിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ നോക്കി വെക്കോ? ഓക്കെ, നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്നത്, വാട്ട് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ദാറ്റ് എൻഷുർ ഇറ്റ് എഫിഷ്യൻസി ഫോർ ദ ഫ്യൂച്ചർ? ഓപ്ഷൻ എ സെലക്ഷൻ പ്രോസസ്, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ പോൾ, ഓപ്ഷൻ സി ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, ഓപ്ഷൻ ഡി ഐഡന്റിഫൈങ് റിക്രൂട്ടിംഗ് സോഴ്സ്. സി ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഓക്കെ, സി കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മൂവിംഗ് ആൻ എംപ്ലോയി ഫ്രം എ ലോവർ ലെവൽ പൊസിഷൻ ടു എ ഹയർ ലെവൽ വൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് മെത്തേഡ്? Moving an employee from a lower level position to higher level one is an example of which internal recruitment method? Option A transfer, option B job posting, option C promotion, and option D employee referral. Correct ആണ്, promotion ആണ്. Employee referral ചിക്കു എംപ്ലോയി റെഫറൽ പറഞ്ഞത് ലോവർ ലെവൽ എംപ്ലോയിനെ പ്രൊമോഷൻ വെച്ചിട്ടാണ് ഡീൽ അയച്ചതല്ലേ? ഓക്കെ, പ്രൊമോഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഇന്റേണൽ മെത്തേഡ് ഓഫ് പോസ്റ്റിംഗ് നോട്ടീസ് about the job vacancy in common area is called dash. The internal method of posting notice about job vacancy in common area, which are cafeteria, അങ്ങനെയുള്ള പ്ലേസുകളിൽ നോട്ടീസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്? എംപ്ലോയി റെഫറൽ, ജോബ് പോസ്റ്റിംഗ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ. ജോബ് പോസ്റ്റിംഗ് കറക്റ്റ് കേട്ടോ. Okay, a major demerits of employee referral is that it can lead to dash. A major demerits of employee referral is that it can lead to dash. A wider choice of candidates, favoritism, option B favoritism, option C increase the recruitment cost, option D slower hiring process. ഏതാണ്? ബി ഫേവറിറ്റിസം. Okay. One of the main merit of using internal source of recruitment is that it is. One of the main merits of using internal source for recruitment is that it is a source of fresh talent. A source of fresh talent. Option B economical and save time. Economical and save time. Option C a way to avoid competition. Option D helpful in expanding the choice of candidates. Options B economical and save time. Correct. Placing
Advertisement in newspaper, magazine, on job boards falls under which categories of recruitment? Placing advertisement in newspaper, magazine, and on job boards falls under which categories of recruitment? Option A, direct method. Option B, indirect method. Option C, third party method. Option D, internal method. Direct method. Direct method ആണോ? നോക്കിയേ. ഇൻഡയറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. Then using private employment agencies or state employment exchange is considered as a dash. Using private employment agencies or state employment agency is considered as dash. എന്താണ്? Third party. Okay, correct. One of the key of okay, third party ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഒരാൾ പറഞ്ഞുകൊണ്ട് ഞാനത് പറയാഞ്ഞതാണ്. The selection process is described as a negative. Selection process is described as a negative process primarily because its aim is to. Selection process is described as a negative process primarily because its aim is to. Option A, reject unsuitable individuals from the applicant pool. Create a large. Okay, option A, reject unsuitable individuals. നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷെ അവിടെ കൂടുതൽ നടക്കുന്നത് എന്താണ്? റിജക്ഷൻ ആണ്. റിജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതുകൊണ്ടാണ് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇതില് നമ്മള് സെലക്ഷനില് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? എന്താ പറയാ, സെലക്ഷന്റെ ഔട്ട്കംസ് ഓഫ് സെലക്ഷൻ ക്ലിയർ ആണോ? ഔട്ട്കംസ് ഓഫ് സെലക്ഷൻ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ടെൻഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് പക്ഷെ മനസ്സിലാക്കിയിരിക്കാന്നുള്ളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് വരാം. The first steps in selection procedure. ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂ, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ത്രൂ ആപ്ലിക്കേഷൻ ഫോം, മെഡിക്കൽ എക്സാമിനേഷൻ. The first step in screening of applicants through application form. What is the final step in selection process before a job offer is formally made? Final step എന്താണ്? Option A, medical examination. Option B, reference check. Option C, hiring decision. Option D, selection interview. Okay. Hiring decision. Okay. The main purpose of preliminary interview. The main purpose of preliminary interview. Option A, make the final hiring decision.
Option A, make final hiring decision. Option B, eliminate the applicants who are clearly unsuitable for the job. Eliminate applicants who are clearly unsuitable for the job. Unsuitable ആയിട്ടുള്ള applicants-നെ reject ചെയ്യുക. A test designed to evaluate a person's existing knowledge in a specific field is known as dash. A test designed to evaluate a person's existing knowledge in a specific field is known as dash. Okay. Aptitude test, personality test, achievement test, interest test. Aptitude test. Person's knowledge in existing knowledge ആണ് പറയുന്നത്. അപ്പോ അച്ചീവ്മെന്റ് ആണ് വരുന്നത്. നേരത്തെ ഞാൻ ഒരു സെന്റൻസ് വായിച്ചപ്പോൾ പറഞ്ഞില്ലേ, അച്ചീവ്മെന്റ്സ് ആണ് നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജ് മനസ്സിലാക്കുന്ന ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ നമുക്കുള്ള സ്കിൽസ് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും മനസ്സിലാക്കാനാണ്. Intelligence test and mechanical aptitude test are examples of dash. Intelligence test and mechanical aptitude test are examples of dash. Achievement test, aptitude test, correct, aptitude test. Group discussion and in basket exercise are form of which type of test? Group discussion and in basket exercise are form of which type of test? First, interest test, situation test. Situation test. ടെസ്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടില്ലേ മോക്ക് ടെസ്റ്റില്, നന്നായിട്ട് നോക്കിക്കോട്ടെ. ടെസ്റ്റ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ടെസ്റ്റ് ഡിസൈൻ ടു അനലൈസ് an individual value system, emotional stabilities and mood is dash. Test designed to analyze an individual value, emotional stability and moods is a dash. Option A, personality test. Option B, aptitude test. Option C, achievements test. Option D, situation test. Personality. The consistency and uniformity of selection test result over the time is known as dash. Validity, utility, objectivity, reliability. ഒരേപോലുള്ള ടെസ്റ്റ് ആണ് എല്ലാ ജോബുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്തിനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? വാലിഡിറ്റി ആണോ, യൂട്ടിലിറ്റി ആണോ, റിയലബിലിറ്റി ആണോ, ഒബ്ജക്റ്റിവിറ്റി ആണോ? ഓക്കെ, ഞാൻ തന്നെ പറയാം, റിയലബിലിറ്റി ആണ്. വിശ്വാസം. Okay. The first step in a well-organized interview process. The first step in a well-organized interview process is dash. Conducting the interview. Option A. Option B, preparing for the interview. Option C, closing the interview. Option D, evaluating the result. Option B, preparing for the interview. നമ്മള് ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞു ഓർമ്മയുണ്ടോ? ഇന്റർവ്യൂല് ഡൂസ് ആൻഡ് ഡോൺസ്, ഇന്റർവ്യൂല് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കബിൾ ആക്കണം കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ അതെന്ത് ചെയ്യണം, ആപ്ലിക്കബിൾ ആക്കണേ, നിങ്ങളത് ഫോളോ ചെയ്യണം കേട്ടോ. വെച്ചാല് ശരിക്കും ആ ഒരു പോർഷൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അങ്ങനെ പഠിക്കാം. അതല്ല നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് പോകണമെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ചെറിയൊരു 100 പേജസിന്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ എന്ത് ചെയ്യാം, എഴുതി വെച്ച് നോക്കാം. ആ ഒരു കമ്പനിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എഴുതി നോക്കുക. പിന്നെ അതിന്റെ
എസ്റ്റാബ്ലിഷ്മെന്റും സിഇഒ ആരാണ്, പിന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വർഷം, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ. പിന്നെ ഏർലി പോണെന്ന് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ഇന്റർവ്യൂ പോകുമ്പോൾ അത്യാവശ്യം നല്ല നേരത്തെ പോകണം. ഇപ്പൊ ക്ലാസ് 11:30 ആണെങ്കിൽ 11:35 കഴിയണം ഇവിടെ എല്ലാവരും കൂടി ജോയിൻ ചെയ്യാൻ അല്ലേ. ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ് എല്ലാ ദിവസവും. ആകെ ചിക്കുമോളും സാറയും 2 പേരാണ് 11 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 11 ആവുമ്പോ 11:30 ക്ലാസ്സിലുള്ളവര്. അവര് 2 പേരും മാത്രമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 5 മിനിറ്റ്സ് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വന്ന 2 പേരുടെ നോട്ട് ചെയ്ത് വെച്ചാണ്. ഇന്നലെയും അവരായിരുന്നു ഇന്നും അവരായിരുന്നു പറഞ്ഞേട്ടാ വരാറുണ്ട്. ചില കുറച്ച് പേര് ലേറ്റ് ആയിട്ട് കയറുന്നില്ല. അങ്ങനെ ആവാൻ പാടില്ല. നമ്മള് ഇന്റർവ്യൂലൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ പോകാനായിട്ട് ശീലിക്കണം. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ക്യാരക്ടറിലുള്ള ഒരു കാര്യമാണ് ലേറ്റ് ആയിട്ട് പോവാന്നുള്ളത് അല്ലെ. ചില ആൾക്കാരോട് നമ്മൾ 11 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ 11 മണിയാവുമ്പോഴായിരിക്കും റെഡി ആവാൻ നിൽക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ആ ടൈമില് കറക്റ്റ് ടൈമില് റെഡി ആവാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അത് 10 മണിക്കാണെങ്കിൽ 9 o'clock നമ്മൾ എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് നമ്മൾക്കിപ്പോ ഒരു ഹാഫ് അവറേ ജേർണി ഉള്ളൂ എങ്കിൽ 9 o'clock വീട്ടിൽ നിന്ന് പുറപ്പെടണം. ഓക്കെ, മനസ്സിലായോ? അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാനായിട്ട്. കാരണം നമ്മുടെ പഞ്ച്വാലിറ്റി ആണ് അവിടെ കാണുന്നത് അല്ലെ. പഞ്ച്വാലിറ്റി ആ ഒരു വ്യക്തി ജോബിനോട് എങ്ങനെ പഞ്ച്വൽ ആയിരിക്കും എന്നാണ് ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ അവിടെ പോകുന്നതിന് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ഒക്കെ ഫീൽ ചെയ്യാറില്ലേ? ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഫുൾ നമ്മുടെ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിൽ നമ്മുടെ ബെസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കുക. ഇപ്പൊ മോക്ക് ടെസ്റ്റില് ഗൈഡും പറയാം, മോക്ക് ടെസ്റ്റില് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. ടെസ്റ്റ് നല്ല രീതിയിൽ റീഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ആരെയും പരിചയമൊന്നും പെട്ടിട്ടില്ല. നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓരോരുത്തരും മനസ്സിലാക്കാലോ. ഓക്കെ ആണോ? എന്താണ് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാലോ? ജസ്റ്റ് എന്റെ പേര് ഇന്നതാണ് എന്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ വർക്ക് ചെയ്യാണ് ഇന്ന പ്ലേസിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൂടെ? സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ശിവൻകുട്ടൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ആണ് ശിവൻകുട്ടൻ പറയും. ഓക്കെ, ആകെയുള്ളൊരു ആൺകുട്ടിയല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ? പറഞ്ഞോ ശിവൻകുട്ട. പേര് അത് തന്നെയാണോ? ശിവൻകുട്ടൻ തന്നെയാണോ പേര്? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കോ? മ്യൂട്ടാണ്, മ്യൂട്ട് മാറ്റിയിട്ട് സംസാരിക്കോ? ശിവൻ മലപ്പുറം എന്നാ വരുന്നത്. ഓക്കെ, എന്ത് ചെയ്യാ? വർക്ക് ചെയ്യാണോ? ഓക്കെ, കുഴപ്പമില്ല. ചിക്കുമോളോ? ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. കാരണം ഫസ്റ്റ് ഇന്റർവ്യൂല് നിങ്ങളെ കൊണ്ട് ആണോ? ഓക്കെ, ചിക്കു Yes, ma'am. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടാ. Yes, ma'am. എൻ്റെ പേര് ചിക്കു. ഞാനിപ്പം ഒമാനിലാണ്, മസ്കറ്റിൽ. നാട്ടിൽ ആലപ്പുഴയാണ് എൻ്റെ സ്ഥലം. ഇവിടെ ഹസ്ബൻഡും മോളും ഉണ്ട്. പിന്നെ ഇപ്പം മോളെ നോക്കുന്നതുകൊണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പം കുറച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് കരുതി HRM ഉണ്ട്, വേറെ 2-3 കോഴ്സും PG ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, സാറ? ഹായ് മാം, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സാറ അല്ലോ. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചെറിയൊരു ബ്രേക്ക് എടുത്തു. പിന്നെ വീട്ടിൽ അപ്പ അമ്മ അമ്മുമ്മയുണ്ട്. സ്ഥലം അങ്കമാലി. അങ്കമാലി. നല്ല സ്ലാങ് വരുന്നുണ്ട് നമ്മുടെ. ഓക്കെ, നന്ദന?
നന്ദന? സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇന്റർവ്യൂയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. നിങ്ങളോട് ആദ്യം വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആള് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് പറയാറ്. കോൺഫിഡൻസ് ഇല്ല. വേറെ ആർക്ക് കോൺഫിഡൻസ് ഉള്ളത്? ഷബാന പറയൂ. ഷബന അല്ലേ? പറഞ്ഞോടാ. എടാ സൗണ്ട് കുറവാടാ, ഒന്ന് ഉറക്കെ പറയുകയാണെങ്കിൽ. റംസീന? ഷബന കേൾക്കുന്നുണ്ടോ? ഫ്രം കാസർഗോഡ്, ഹൗസ് വൈഫ് ആണ്. ഓക്കേടാ. പറഞ്ഞോടാ. ഷബ്ന? പറഞ്ഞോടാ, കേക്കാം. മ്യൂട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലാടാ, സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ളവരല്ലേ? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞത് ലെഫ്റ്റ് ആയിട്ട്. ഓക്കെ, നന്ദന? റംസിയ? എന്റെ പേര് റംസിയ. ഞാൻ പാലക്കാട് പട്ടാമ്പി. +2 കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യണമൊന്നുമില്ല. +2 കോമേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഡിസ്റ്റൻസ് ആയിട്ടാ ഇപ്പൊ HRM ചെയ്യണത്. കൊറേ ഇതിലായിട്ട് കല്യാണം കഴിഞ്ഞിക്കണ്, 2 മക്കളുണ്ട്. ഡിഗ്രി നോക്കാനില്ലേ പ്രൈവറ്റ് ആയിട്ട്? ഡിഗ്രി ഇത് അതിന്റെ ഇടയിൽ കൂടെ നോക്കാൻ എന്തെങ്കിലും ഒന്നും കൂടി കഴിഞ്ഞിട്ട്. ഓക്കെ, ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് ഇഗ്നോയോ അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ നോക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ കോളേജ് ഉള്ളത് യൂണിവേഴ്സിറ്റീസ് ഉള്ളത് പട്ടാമ്പി, പാലക്കാട്, കാലിക്കറ്റ് അല്ലേ? നോക്കിട്ടാ. കാരണം നമുക്ക് ജസ്റ്റ് +2 മാത്രമായിട്ട് കൊമേഴ്സ് ഫീൽഡിലേക്ക് നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ കൂടി പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഹസ്ബൻഡിന് അതാണ് താല്പര്യം. അക്കൗണ്ട്സില് ആളതാണ്, ആ മേഖലയിലാണ്. അപ്പൊ അതാ താല്പര്യം അവർക്ക്. ഡിഗ്രി എന്തായാലും ക്ലിയർ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോ ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയി ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഞാൻ ഒന്ന് ചോദിച്ചു. ജസ്റ്റ് ഇന്റർവ്യൂവിൽ എല്ലാവരും ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പറയാ? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ പറയാ. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ടും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫുൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഏതൊരു എക്സാമിന് വേണ്ടി അല്ല ഇന്റർവ്യൂവിന് വേണ്ടി പോകുമ്പോഴും നമ്മളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാനായിട്ട്. ഞാനുണ്ടായിരുന്നല്ലോ ഇവിടെ കുറച്ചൊക്കെ മുങ്ങിയത്. ഒരു പേരെന്തായാലും മണി പോയി. ഓക്കെ, കുഴപ്പമില്ല. ദെൻ നമുക്ക് പോർഷനിലേക്ക് തന്നെ വരാം. നമ്മൾ ഇവിടെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂ വരെയല്ലേ പറഞ്ഞത്? Do's and don'ts, ma'am. Do's and don'ts. Okay, do's and don'ts പറഞ്ഞപ്പോഴാണ്. Okay, according to do's and don'ts of interview, what should be candidates avoid doing? എന്ത് കാര്യമാണ് കാൻഡിഡേറ്റ്സ് അവോയ്ഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, arriving early for the interview, speaking with enthusiasm. Option C, asking questions about the position. Option D, bad mouthing of a former employer. D, bad mouthing of former employer. Correct ആണ്. The main purpose of reference check is to test the candidate's technical skill. Option B, verifying the information provided by the candidates and learn about their character.
verify the information provided by the candidates and learn about their character. Option C, conduct a physical fitness test. Option C, conduct a physical fitness test. Option D, assess the candidate's ability to work in a group. Okay. Option B, verify the information provided by the candidates and learn about their character. A job, അടുത്ത question ആണ്. A job offer that is subjected to candidates passing a background check or drug test is known as dash. എന്നുവെച്ചാല് നമ്മള് ഒരു ജോബ് ഓഫറിന്റെ ഭാഗമായിട്ട് നമ്മള് എന്ത് വന്നാലും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം, ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ജോബ് ഓഫർ ആണ്? ഓപ്ഷൻ എ, ഫൈനൽ ഓഫർ. ഓപ്ഷൻ ബി, conditional job offer. Option C, competitive job offer. Option D, maximum job offer. ഏതാണ്? ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ അവിടെ, ഷുഡ് ഹാവ് ടു എന്താണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം എന്നൊരു കണ്ടീഷൻ പറയുന്നില്ലേ? ഏത് ടൈപ്പ് ഓഫ് ജോബ് ഓഫർ ആണ്? കണ്ടീഷണൽ ജോബ് ഓഫർ ആണ് കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, നമ്മൾ വായിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആകാം, എന്നാലും നന്നായിട്ടൊന്ന് വായിക്കാം, 2-3 പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. The process of introducing new employee to the organization, its people and its practice is called dash. The process of introducing new employee to the organization, its peoples and its practice is called dash. Option A, selection. Option B is placement. Option C, recruitment. Option D, orientation or injection. ഏതാണ്? ഓപ്ഷൻ സി, റിക്രൂട്ട്മെന്റ്. ന്യൂ എംപ്ലോയീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്താണ് പറയുന്നത്? ലാസ്റ്റ് ഞാൻ എടുത്ത പോർഷൻ ആണ്. ഓറിയന്റേഷൻ ആണ് കേട്ടോ. ഓക്കെ. The primary purpose of orientation is to dash. The primary purpose of orientation is to dash. Test the employee job specific skills. Test the employee's job specific skills. The option A. Option B, overcome a new employee initial uneasiness and hesitation. Option B, overcome a new employee's initial uneasiness and hesitation. Option C, finalizing the salary negotiation. Option D, terminate the employee who do not fit the culture. ഏതാണ്? ബി ആണ്. കാരണം നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനീഷ്യൽ അൺഈസിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് ഓവർകം ചെയ്യുക എന്നതാണ് പ്രൈമറി പർപ്പസ് ആയിട്ട് പറയുന്നത്. An orientation process where new employee learn their own through trial and error is described as dash. An orientation process when new employee learn on their own through trial and error is described as dash. Option A, formal orientation. Option B, informal orientation. Option C, collection orientation. And option D, serial orientation. ഏതാണ്? ഓപ്ഷൻ എ, ഫോർമൽ ഓറിയന്റേഷൻ. അല്ല, ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ ഇല്ല അവിടെ, നമ്മൾ സ്വയം ഓരോ കാര്യങ്ങളും ലേൺ ചെയ്താണ് പഠിക്കുന്നത്. Okay. The process of assigning newly hired employee to a specific job is called dash. The process of assigning newly hired employee to a specific job is called dash. Orientation, placement, recruitment, injection. ഏതാണ്? Orientation, placement, recruitment, injection. ഇതിൽ ഏതാണ്? The process of assigning newly hired employee to specific job.
അറിയില്ല? ഓപ്ഷൻസ് പറഞ്ഞില്ലേ? ഓറിയന്റേഷൻ, പ്ലേസ്മെന്റ്, റിക്രൂട്ട്മെന്റ്, ഇൻജെക്ഷൻ. ഇതിലേതാണ് വരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ കറക്റ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതല്ലേ? റിക്രൂട്ട്മെന്റ് ആണ്. പ്ലേസ്മെന്റ് അതായത് ഉദ്ദേശിച്ചല്ലേ? പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെസ്റ്റ്. ഓക്കെ, കുഴപ്പമില്ല. The placement principle of job first man nest implies that a job should be redesigned to fit employee skills. The job should be redesigned to fit the employee skill. The person more important than the job requirement. Option B ആണ്, a person is more important than job requirement. Option C, the employee should be placed according to specific recruitment of the job. Option C, employee should be placed according to the specific requirement of the job. Option D, a job should be created for every person who hired. Just ഞാൻ ഈ ക്വസ്റ്റ്യൻ റീഡ് കുറച്ച് വലിയ സെന്റൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്ലിയർ ആവാത്തത്. എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആ സ്പെസിഫിക് ജോബ് റിക്വയർമെന്റ് അനുസരിച്ച് വേണം നമ്മൾ ഓരോ എംപ്ലോയീസിനെയും എന്ത് ചെയ്യേണ്ടത്? അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കണം കേട്ടോ. ഓരോ ജോബ് എന്താണ് എംപ്ലോയീസിനെ ജോബ് അനുസരിച്ച് വേണം എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യാൻ. വാട്ട് ഈസ് വൺ ഓഫ് ദ ഡോൺസ് ഫോർ എ കാൻഡിഡേറ്റ്സ് ഡ്യൂറിംഗ് ആൻ ഇന്റർവ്യൂ? ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നാണ്. ചെയ്യാൻ പാടില്ലാത്തത് asking question about the position. Asking questions about the position. Option B, leaving their mobile phone on. Leaving their mobile phone on. Taking notes. Offering a firm handshake. ഇതിലേതാ ചെയ്യാൻ പാടില്ലാത്ത? leaving their mobile phone on. ഒന്നില്ലെങ്കിൽ എയർപ്ലെയിൻ മോഡ് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ജോബിന് നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി കയറാനായിട്ട്. The principle of placing an employee in a job for which they are qualified, not one that is too high or too low, is dash principle. നമ്മളെ പ്ലേസ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. ഒരുപാട് ഹൈ ആയിട്ടോ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയിനെ ഒരുപാട് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനിലും ഒരുപാട് ഹൈ ആയിട്ടുള്ള പൊസിഷനിലും അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല, ഒരുപാട് ലോ ആയിട്ടുള്ള പൊസിഷനിലും അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. ഏത് പ്രിൻസിപ്പിൾ ആണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാം. എ, പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെസ്റ്റ്. പ്രിൻസിപ്പിൾ ബി, principle of qualification. Principle of timely preparation. Principle of loyalty. Okay. Principle of qualification ആണ് കറക്റ്റ് ആണ് കേട്ടോ. ഇനി high rate of employee departure, especially during initial period of service, is known as dash. അതെ, എംപ്ലോയീസ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഡിപ്പാച്ചർ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു പോകുക എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാല് അവർ ലീവ് ചെയ്ത് പോകും. അതിനെ പറയുന്ന പേര് എന്താണെന്നാണ് ഞാൻ ആദ്യം മുതൽ ക്ലാസ്സുകളിൽ അതിന് ഇടയ്ക്ക് എടുത്ത് പറയും. ഏതായിരുന്നു പേര്? ഓർമ്മയുണ്ടോ? അറിയുന്നോടാ? ഓക്കെ. ലേബർ ടേൺ ഓവർ, ആബ്സെന്റിസം, പ്ലേസ്മെന്റ്, റിക്രൂട്ട്മെന്റ്. ലേബർ ടേൺ ഓവർ, ആബ്സെന്റിസം, പ്ലേസ്മെന്റ്, റിക്രൂട്ട്മെന്റ്. ഏതാണ് പേര്? ലേബർ ടേൺ ഓവർ. നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. The process of searching for and stimulating prospective employee to apply for a job. The process of searching for and stimulating prospective employee to apply for a job. എന്ന് വെച്ചാല് ജോബ് അന്വേഷിക്കുന്ന എംപ്ലോയീസിനെ നമ്മളുടെ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവർ സ്റ്റിമുലേറ്റ് ചെയ്യുക. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സെലക്ഷൻ, പ്ലേസ്മെന്റ്, റിക്രൂട്ട്മെന്റ്, ഓറിയന്റേഷൻ. സെലക്ഷൻ, പ്ലേസ്മെന്റ്, റിക്രൂട്ട്മെന്റ്, ഓറിയന്റേഷൻ. എന്താണ് നമ്മൾ അതിനെ പറയുന്നത്? അതിനോട് റിക്രൂട്ട്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചതാണ്ടത്. ഓക്കെ, അപ്പോ അതോടുകൂടി ഞാൻ ക്വസ്റ്റ്യൻസ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാണ്.
എല്ലാവരും ചാപ്റ്റർ റീഡ് ചെയ്ത് നോക്കുക. ഈ വരുന്ന ടൈം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. പിന്നെ പേപ്പർ 1 ആണ് റിക്രൂട്ട്മെന്റ് ഇൻട്രൊഡക്ഷനും റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. മാക്സിമം നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.